ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇറ്റ് ഇസ് മൈ സ്കെച്ച് ബുക്ക് ടൂർ, ഫസ്റ്റ് സ്കെച്ച് ബുക്ക് ടൂർ. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സ്കെച്ച് ബുക്ക് അല്ല, ഇതൊരു സാധാ നോട്ട്ബുക്കാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വെറുതെ ഒരു കൊതി തോന്നിയിട്ട് വരച്ചു തുടങ്ങിയതാ. അതിനു മുന്നേ ഞാനൊരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വാശി പിടിച്ച് ഇങ്ങനെ പടം വരയ്ക്കാൻ ബുക്ക് വേണം, കളർ വേണം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പറയും. പക്ഷെ അതൊന്നും നമ്മുടെ വീട്ടുകാരല്ലേ അങ്ങനെ നടത്തി തട്ടിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നോട്ട്ബുക്ക് എടുത്ത് ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു കളറിങ് ബുക്ക് ഉണ്ടായിരുന്നു. ആ കളറിങ് ബുക്കിലൊരു പടം വെറുതെ ഇങ്ങനെ ട്രേസ് ചെയ്തല്ല, ഇങ്ങനെ വെറുതെ നോക്കി വരച്ചതാണ്. എന്നിട്ട് ഞാൻ വരച്ചിട്ട് അത് കൊണ്ട് ക്ലാസ് കൊണ്ടുപോയി കുറച്ച് പേരെ കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് ക്ലാസ് ടീച്ചറെ കാണിക്കുകയും ക്ലാസ് ടീച്ചർ അത് നല്ലതായിരുന്നെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഒരാൾ നമ്മളെ പ്രശംസിക്കുമ്പോൾ എന്താ നമുക്കത് വീണ്ടും വീണ്ടും കേൾക്കാനൊരു കൊതി ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു കൊതിൻ്റെ പുറത്ത് വീണ്ടും വീണ്ടും വരച്ച് അങ്ങനെ ഒരു ബുക്ക് നിറച്ചതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്കെച്ച് ബുക്ക് അല്ല, ഇതൊരു സാധാ നോട്ട്ബുക്കാണ്. പക്ഷേ ഫോർ മീ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്കെച്ച് ബുക്ക്. കാണിച്ചതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പടം. ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ബുക്ക് നോക്കി വരച്ചതാണെങ്കിലും എല്ലാവരും നല്ലതാണെന്ന് പറയുന്നത് കേട്ടപ്പം ആ 10 വയസ്സിലുള്ള സമയത്ത് എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് ഈ പടം ഉണ്ടായത്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ബിഗിനർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നോക്കി വരയ്ക്കുമ്പം ദിസ് ഇസ് എ ഗുഡ് റിസൾട്ട് ഐ തിങ്ക്. സീരിയസ്ലി എനിക്കറിയില്ല ഈ പട്ടിയുടെ വായ ഇത് ആ ബുക്കിൽ അങ്ങനെ കണ്ടു ഞാനങ്ങനെ വരച്ച്. ഇപ്പം എനിക്ക് ആ ബുക്കിൻ്റെ പേജസ് പോലും ഓർമ്മയില്ല. പിന്നെ ഇതിൻ്റെ കാലുണ്ട്, സിമെട്രി ഒന്നും അടുത്തു കൂടെ പോലും പോയില്ല. ഈ തൊപ്പി വെച്ച പൂമ്പാറ്റേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, പണ്ടൊട്ടേ ഈ പൂമ്പാറ്റേനെ ഇങ്ങനെ ഒരു വരയും 2 ചിറകുമായിട്ട് വരച്ച് ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലൊരു പൂമ്പാറ്റേനെ വരച്ചത്. പിന്നെ എല്ലാത്തിൻ്റെയും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂര്യനെ കാണാൻ പറ്റും. ഈ സൂര്യൻ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അതാ. പിന്നെ ഇത് ഞാൻ വരച്ചതിൽ ഏറ്റവും പ്രൗഡായിട്ട് എനിക്ക് തോന്നിയത്, ഇതുവരെയുള്ള സാധനങ്ങളൊന്നും നമ്മളെവിടെയും കണ്ടുപരിചയമില്ലല്ലോ. പക്ഷെ ഈ ഒരാൾ നമുക്ക് കാർട്ടൂൺസിൽ കണ്ടിട്ട് ഭയങ്കര പരിചയമായിരിക്കും. അപ്പോൾ ഞാൻ വരച്ചിട്ട് ഇത് അതുപോലെ ഉണ്ട്, ഞാനൊരു ആർട്ടിസ്റ്റായി ആ ഒരു ഫീലിംഗ് എനിക്ക് വന്നത് ഈ പടം വരച്ചപ്പോഴാണ്. ഇതല്ലാണ്ട് പിന്നെ ഇങ്ങനെ വരച്ചിരുന്ന കുറേ ഉണ്ട്, അത് വേറെ വേറെ ബുക്കിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ പുള്ളിക്കാരൻ ഒരുമാതിരി എല്ലാ പേജിലും കാണും. പിന്നെ എല്ലാം ഉണ്ടേ. ഈ സ്നോമാൻ ആണെങ്കിലോ, ഈ സ്നോമാൻ ഞാൻ ആ ബുക്കിൽ തന്നെ കണ്ടിട്ട് വരച്ചതാ. പക്ഷെ ഇതൊക്കെ എൻ്റെ സ്വന്തം കലാവെടുത്ത, അതൊക്കെ എനിക്ക് കാണാനും ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ പാവാച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊണ്ടുപോയി ടീച്ചറെ കാണിച്ചപ്പോൾ ടീച്ചർ കുറച്ച് അധികം നല്ലതാ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ പിന്നെ ഞാനിരുന്ന് അതുവരെ ഡെയിലി ഒരു വരെയൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഡെയിലി 3-4 പടമൊക്കെ വരച്ച് ഈ ബുക്ക് ഞാൻ സ്കൂളിൽ കൊണ്ടുപോയിരുന്നു. വെറുതെ അറ്റൻഷൻ സീക്കിങ്ങാണ്. അതുകൊണ്ട് വരയുടെ എണ്ണം കൂടിയപ്പം ക്വാളിറ്റിയും കുറഞ്ഞു തുടങ്ങി. ഒരാളുടെ തല ഇവിടെയാണെങ്കിൽ അയാളുടെ കാല് വേറെ സ്ഥലത്തായിരിക്കും. ഇത് ഇപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴും എൻ്റെ വീക്ക് പോയിന്റ് കളറിങ്ങാണ്. എനിക്കിപ്പോഴും കളർ തിയറി നന്നായിട്ട് അറിയത്തില്ല, ഈവൻ അനാറ്റമി അറിയത്തില്ല. എനിക്ക് എങ്ങനെ എന്നറിയാൻ പാടില്ല. 10 വയസ്സ് മുതൽ ഞാൻ വരച്ചു തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം എൻ്റെ 20ാമത്തെ വയസ്സായിട്ടും എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇതുവരെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നല്ല, ഞാൻ എല്ലാ പ്രാവശ്യവും ബുക്ക് എടുത്ത് ഇത് പഠിക്കാൻ വേണ്ടി ഇരിക്കും. പിന്നെ അറ്റൻഷൻ സ്പാൻ ഒരു ഗോൾഡ് ഫിഷിൻ്റെ അത്രയും പോലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ട് പോകും. ഇതാണ് എൻ്റെ പ്രശ്നം. കളറിങ് ഇറ്റ് ഇസ് വൺ ഓഫ് മൈ വീക്ക് പോയിന്റ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ നമുക്ക് ഓൾറെഡി കണ്ടുപരിചയമുള്ള എന്തെങ്കിലും വരയ്ക്കുമ്പം നമുക്ക് അറിയാതെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരും. ചിലപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ വരച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഈ വരച്ചതൊന്നും നല്ലതാണെന്ന് ആരും പറഞ്ഞില്ലായിരുന്നെങ്കിൽ മേ ബി ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ പടം വരയ്ക്കാനോ അല്ലെങ്കിൽ അതിലൊന്നും നിൽക്കില്ലായിരുന്നു. പിന്നെ ബുജീനെ ഒരു പ്രാവശ്യം വരച്ച് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് പിന്നെ കൂടുതലോ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ മെയിൻ മോഡൽ ബുജി തന്നെയാവും. ആ സമയത്ത് അത് എറൗണ്ട് ഒരു 2000 എപ്പോഴായിരിക്കും അത്, ഒരു 2014 സമയത്ത് എല്ലാ കുഞ്ഞുകുട്ടികളും വരച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഡോറയുടെയും ബുജിയുടെയും ഒക്കെ മുഖത്തായിരിക്കും എന്നാണ്
എൻ്റെ ഒരു കണ്ടില്ലേ, അത് തന്നെ പറഞ്ഞു തരുന്നില്ല. അടുത്ത ആൾ വന്നു ഡോറേനെ. പക്ഷെ എനിക്ക് ആദ്യത്തെ സമയത്തൊക്കെ വരയ്ക്കുമ്പം ഏറ്റവും കൂടുതൽ ശരിയാവാതിരുന്ന ഒരു ക്യാരക്ടറും ഡോറയായിരുന്നു. ഡോറയുടെ തല വലുതാകുമ്പോൾ ഉടൽ ചെറുതാവും, ഉടൽ വലുതാകുമ്പോൾ തലയുണ്ടാവില്ല. വളരെ വലിയ പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം. പിന്നെ ഒരു കാർട്ടൂൺ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും വരച്ചു നോക്കുക എന്നുള്ളത് ഒരു അൺറിട്ടൺ റൂളാണ്. നമ്മൾ വരയ്ക്കും. ഈ ഡൈനോ ഇതിൻ്റെ തല വരയ്ക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. ഉടൽ വരച്ച് കഴിഞ്ഞാൽ ചീത്ത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ തല വരച്ച് അവിടെ നിർത്തി. പക്ഷെ കൊള്ളാല്ലേ. ഇനി എനിക്ക് ഈ പുള്ളിക്കാരനെ പറ്റിയൊന്നും പറയാനില്ല. വീണ്ടും ഇനി ഈ ബുക്കിൽ ഈ പുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ. ഇത് പിന്നെ എൻ്റെ ഡ്രോയിങ് ആ ഒരു ജേർണിയിലെ അടുത്ത ടേണിങ് പോയിന്റ് ആയിരുന്നു. ലൈക്ക് നമുക്ക് ആദ്യമായിട്ടൊരു തോന്നൽ വരുമല്ലോ, ഈ കാണുന്ന സാധനങ്ങളെ നോക്കി വരയ്ക്കുന്നതല്ലാതെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് വരയ്ക്കണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 10 വർഷമായിട്ട് എനിക്ക് കിട്ടാത്ത കുറച്ച് കഴിവുകളുണ്ടെങ്കിൽ അതിൽ പെടുന്ന ഒന്നാണത്. പലതരം ഫേസസ് വരയ്ക്കാൻ, പല ടൈപ്പ് ഓഫ് കണ്ണുകൾ വരയ്ക്കാൻ, അങ്ങനെ ഞാൻ കുറേയൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ പഠിത്തമെല്ലാം 1 പേജിൽ അല്ലെങ്കിൽ 2 പേജിൽ നിൽക്കും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. കണ്ടില്ലേ, പല ടൈപ്പ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ലിപ്സ്, ഐസ് എല്ലാം വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഈ പുള്ളിക്കാരന് ഓർമ്മയുണ്ടോ? ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ പെൻസിൽ ഷെയ്ഡിങ് ട്രൈ ചെയ്തതാണിത്. പിന്നീട് എൻ്റെ പെൻസിൽ ഷെയ്ഡിങ് നന്നായി. പക്ഷേ ഫസ്റ്റ് വൺ വാസ് ടച്ച് എ ഹ്യൂജ് ഫ്ലോ. അത് കണ്ടാൽ മനസ്സിലായി. ഈ ഭുജിയുടെ കാല് കണ്ടോ? ഇനി വലുതൊന്നുമില്ല. സത്യം അന്ന് ഈ സിമെട്രി എന്ന് പറഞ്ഞ സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ലോജിക്ക് വെച്ച് മനസ്സിലാകത്തില്ലേ വരച്ചത് ശരിയല്ല എന്നൊന്നും, അതിനുള്ളൊരു കഴിവൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഇപ്പോഴും എനിക്കിഷ്ടമില്ലാത്ത എൻ്റെ ഒരു സ്വഭാവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വരച്ച് കഴിയുന്ന ആ സമയത്ത് ആരെങ്കിലും അടുത്തുനിന്ന് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് പ്രതീക്ഷിക്കുന്ന സാധനം ഓ ഹായ് അടിപൊളി ആ ഒരു ഇതാണ്. ആരെങ്കിലും ഒരാൾ അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്കാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ എനിക്ക് ആ അപ്രോച്ച് തീരെ ഇഷ്ടപ്പെടാറില്ല. അതേപോലെ തന്നെ സെൽഫ് ക്രിറ്റിസിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിനോടെല്ലാം ഒരുമാതിരി ഈ ആറ്റിറ്റ്യൂഡാണ് എനിക്ക്. അങ്ങനെ ഈ സ്കെച്ച് ബുക്കിൻ്റെ അവസാനമായിട്ട് ഞാൻ വരച്ച 2 പടങ്ങൾ, ഒന്നിതും ഒന്നിതുമാണ്. ഇതെല്ലാം ഈ അനിമൽ ക്യാരക്ടേഴ്സാണ് ഇതിൽ ഫുള്ള് വരച്ചത്. പക്ഷെ ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സീരിയസ് ആയിട്ട് ഒരു സ്കെച്ച് ബുക്ക് വാങ്ങി വരക്കാൻ തുടങ്ങുമ്പോഴും പിന്നീട് ഓരോന്ന് വരച്ചിട്ട് ശരിയാവുമ്പോഴും ചീത്തയാവുമ്പോഴും എല്ലാം എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും തന്നത് ഈ ബുക്കാണ്. അങ്ങനെ നോട്ട്ബുക്കൊക്കെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരു കോൺഫിഡൻസ് ആയപ്പോഴേക്കും നോട്ട്ബുക്കിന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡ്രോയിങ് ബുക്സ് ഒക്കെ മേടിച്ചു. അത് വീട്ടിൽ വാശി പിടിച്ച് വാങ്ങിച്ചതാണ്. അങ്ങനെ വാശി പിടിച്ച് വാങ്ങിച്ചിട്ട് അവസാനം ഇതിലേക്ക് എന്താ വരച്ചതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരാം. ആൻഡ് ടിൽ ദെൻ ദിസ് ഇസ് അസ്കി ബ്ലൂംസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.